ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങളുടെ ഈ റോക്ക് ലൈവ് പറഞ്ഞ ടേബിൾ ലാമ്പാണ്. ഇതിൻ്റെ ഒപ്പം പെൻ ഹോൾഡ് ചെയ്യാനും അതിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് മേടിച്ചതാണ്. അപ്പോൾ ഞാനിതെങ്ങനെ ഉപയോഗിക്കേണ്ടതും ലൈറ്റും അതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട് കണ്ട. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇതിന് പെൻ ഹോൾഡർ ആണല്ലോ. അപ്പോൾ നമുക്കിത് പെൻസിലിൽ തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഇത് തുറന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് ആക്കുമ്പോൾ നേരെ ഇങ്ങനെ തുറന്ന് കിട്ടും. പിന്നെ ഇതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട് ഇവിടെ. ആ ലോക്കിലിട്ടാൽ ടൈറ്റ് ആയിരിക്കും. പിന്നെ ഇത് ഉപയോഗിക്കണത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറുണ്ടല്ലോ, ഈ വയർ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് കണ്ട ഇങ്ങനെ എങ്ങോട്ട് നമുക്കിങ്ങനെ തിരിച്ചാക്കാൻ പറ്റും. പിന്നെ ഇതുണ്ട്, ഇവിടെ ടച്ചാണിത്. അപ്പോൾ നമുക്കിതിലിങ്ങനെ ആദ്യം തൊട്ടാൽ ഇങ്ങനെ ഒരു LED ലൈറ്റാണ്. ഇത് 20 വാട്ട് LED ആണ്. അപ്പോൾ ഇത് സാധാരണ LED. ഒന്നുകൂടിയും തൊട്ടാൽ നമുക്ക് വാം ലൈറ്റ്. പിന്നെ ഇതാണെങ്കിൽ LED-യും വാം ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ LED, കുറച്ച് നേരം കഴിയുമ്പോൾ വാം ലൈറ്റും വരും. ഇത് നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചു തന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഉണ്ട് കുറഞ്ഞു വരും. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി കൂട്ടുകയാണെങ്കിൽ അതിനെ വീണ്ടും ഇങ്ങനെ പ്രസ് ചെയ്ത് തൊട്ടാൽ മതി കേട്ടോ. തൊട്ട് കുറച്ചുകൂടി നിന്നാൽ ബ്രൈറ്റ്നെസ് കൂട്ടി വരും. വാമായാലും അതുപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ വരും. ഇത് മറ്റേ ഒന്നുകൂടിയും ഇങ്ങനെ നല്ല ബ്രൈറ്റ്നെസ് കൂടും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ചാർജ് ചെയ്യണതൊക്കെയെന്ന് വെച്ചാൽ ഇത് മൈക്രോ USB ആണ്. സാധാരണ നമുക്ക് ചാർജ് ചെയ്യാനുള്ളതാണ് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇത് നമ്മുടെ USB ആണ്. ഇത് നമ്മൾ സാധാരണ എല്ലാ ഫോണിലും കുത്തണ ആണ്. ഇത് നമ്മുടെ ഫോണിൽ കുത്തണ പോലെ ഇതിൽ കുത്തിയാൽ മതി. ഏകദേശം ഒരു ഫുൾ ചാർജൊക്കെ ആണെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ ഇട്ടാൽ മതി. അതാണ് ഇതിൻ്റെ. അപ്പോൾ ഇനി നമുക്കിങ്ങനെ നമ്മളിപ്പോൾ കിടന്നിട്ട് ഇങ്ങനെ കിടക്കും, നമുക്ക് സ്റ്റോറിയൊക്കെ വായിക്കണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബുക്ക് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് വാമിലാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലൈറ്റാണെങ്കിൽ നമുക്കിത് ബുക്ക് വായിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ കുറയ്ക്കാം. പിന്നെ വാമാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. ഇത് ബ്രൈറ്റ്നെസ് കുറച്ചാൽ പിന്നെയും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വായിക്കാൻ കുറച്ചുകൂടി നല്ല സുഖമുണ്ട്. പിന്നെ ഇത് 2 ലൈറ്റും മിക്സ് ആയിട്ട് വരണതാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വാമാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.